നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവെ യു.ഡി.എഫിന് ആയുധമായി CPM നേതാവ് AK ബാലന്റെ പ്രസ്താവന. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുള്ള പ്രസ്താവനയാണ് വിവാദമായത്. ഈ പ്രസ്താവന ആയുധമാക്കി UDF ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിവാദം കത്തിച്ചു രംഗത്തെത്തി. അതേസമയം ബാലൻ നടത്തിയത് വർഗീയ പരാമർശമാണ് എന്നാരോപിച്ച് ബാലനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് ജമാഅത്തെ ഇസ്ലാമിയും രംഗം കൊഴുപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ, സിവിൽ കേസുകൾ നൽകുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. 1 കോടി രൂപ നഷ്ടപരിഹാരവും ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുസ്ലിം സംഘടനയ്ക്ക് എതിരെ വിദ്വേഷവും ഭീതിയും പടർത്തി മറ്റ് മതവിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കുകയാണ് AK ബാലന്റെ ലക്ഷ്യമെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ, അഡ്വക്കേറ്റ് അമീൻ ഹസൻ വഴിയാണ് AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചത്. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നും അപ്പോൾ പല മാറാടുകളും ആവർത്തിക്കുമെന്നായിരുന്നു ബാലൻ പറഞ്ഞത്. 1-ാം മാറാട്, 2-ാം മാറാട്, തലശ്ശേരി കലാപത്തിന്റെ സമയങ്ങളിൽ അവർ നോക്കി നിന്നു. അവിടെ ജീവൻ കൊടുത്ത് നേരിട്ട പ്രസ്ഥാനമാണ് എന്റേത്. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് പറയുന്നത് എന്നായിരുന്നു AK ബാലന്റെ പരാമർശം. BJP പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത മാറാട് കലാപത്തെ ആയുധമാക്കാൻ CPM ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പുമായി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ കുറ്റപ്പെടുത്തി. മാറാട് കലാപത്തിന്റെ മുറിവുണക്കാൻ ശ്രമിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അന്നത്തെ അമീർ സിദ്ദിഖ് ഹസനാണ് മാറാട് സന്ദർശിച്ച് ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് മുന്നിൽ നിന്നത്. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവാണ് മാറാട്. മുതിർന്ന CPM നേതാവായ AK ബാലൻ അഭിനവ ഗീബൽസ് ആകരുതെന്നും P മുജീബ് റഹ്മാൻ പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലന്റെ പ്രസ്താവനയോടുള്ള മറുപടിയായാണ് ജമാഅത്തെ ഇസ്ലാമി അമീർ വാർത്താ സമ്മേളനത്തിൽ ശക്തമായി തുറന്നടിച്ചത്. വെള്ളാപ്പള്ളിയെ പുറത്തും AK ബാലനെ അകത്തും നിർത്തിയുള്ള വർഗീയ വിഷം ചീറ്റൽ പ്രബുദ്ധ കേരളം വിവേകത്തോടെ തിരിച്ചറിയുന്നുണ്ടെന്ന് CPM മനസ്സിലാക്കണം. ജമാഅത്തെ വിമർശിക്കാം, പക്ഷേ കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് CPM ശ്രമിക്കരുത്. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടായി അമീർ പറഞ്ഞു. മാറാട് കലാപത്തിന്റെ മുറിവുണക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചതെന്ന് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കലാപങ്ങൾ നടക്കുന്ന എല്ലായിടത്തും അതിനെ തണുപ്പിക്കാൻ മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. 75 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം സമൂഹത്തിന് ഉപകാരപ്പെടാത്ത ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ മൂല്യങ്ങൾ അനുസരിച്ച് രാജ്യത്ത് പ്രവർത്തിക്കുന്നു, P മുജീബ് റഹ്മാൻ പറഞ്ഞു. ഇടതുപക്ഷം കൂടിയുള്ള ഒരു കേരളം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് അതാണ് ആവശ്യം. ജമാഅത്തിനെ ടൂളാക്കിയുള്ള CPM നീക്കം അപകടകരമാണ്. അതിൽ നിന്ന് പിന്മാറണം. സംഘ് പരിവാറിനെ തടയുന്നതിന് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ബാധ്യത. ഇതിനായി ഇടതു വലത് സംഘടനകൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കില്ലായിരുന്നു. ഇന്ത്യ മുന്നണി എന്ന നിലയിൽ BJP കടന്നുവരുന്നതിനെ CPM-ഉം കോൺഗ്രസും ചെറുക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്, അദ്ദേഹം പറഞ്ഞു.